നമസ്കാരം പ്രിയപ്പെട്ടവരെ. പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജ്യോതിഷരെയോ അല്ലെങ്കിൽ വാസ്തുവിദഗ്ധരെയൊക്കെ കാണാൻ പോകുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർ കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിൽ പൈസയൊന്നും നിൽക്കില്ല, നിങ്ങൾക്ക് കടം കൂടിക്കൊണ്ടുവരും, കാര്യം നിങ്ങളുടെ കുബേര ദിക്കിൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റാതെ ഒരു രക്ഷയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴാണ് ഈ കുബേരൻ നമ്മുടെ വീട്ടിലുണ്ടെന്നോ മറ്റൊക്കെ ആൾക്കാർ മനസ്സിലാക്കി ഈ കുബേരൻ എവിടെ ഇരിക്കുന്നു എന്നൊന്നും അറിയില്ല. ചിലർ അതിനെ പരിഹാരമായിട്ട് കുബേർ കുഞ്ചിയൊക്കെ മേടിച്ചു വയ്ക്കും, ചില പ്രതിമകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് മാത്രം മതിയോ? നമ്മുടെ വീട്ടില് കുബേരസ്ഥാനം ക്ലിയർ അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ കുബേരൻ നമുക്ക് അധീനത്തിലല്ലാത്തത് കൊണ്ട് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കുബേരനെ പ്രീതിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു മന്ത്രവും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇതിന് മറ്റൊരു പാർട്ടും കൂടെ ഉണ്ടാവും. അതിൽ കുബേരന്റെ ഭാവം, ആ സ്ഥാനത്തെ ക്ലിയർ ചെയ്യാനുള്ള മറ്റു ചില ഉപായങ്ങളും കൂടി പറയും. അപ്പോൾ ആദ്യം നമുക്കിതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദന മഠം. യക്ഷന്മാരുടെ രാജാവാണ് കുബേരൻ അഥവാ വൈശ്രവണൻ. ഹിന്ദുമതത്തിൽ ധനത്തിന്റെ അഥവാ സമ്പത്തിന്റെ അധിപനാണ് വിശ്രവസിന്റെ പുത്രനായ കുബേരനുള്ളത്. ഇദ്ദേഹത്തെ വൈശ്രവണൻ എന്നും അറിയപ്പെടുന്നുണ്ട്. സമ്പത്തിനെ വ്യാപരിപ്പിക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. ഭഗവാൻ പരമശിവൻ സമ്പത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കുബേരനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളുടെ വിളനിലം എന്നാണ് അറിയപ്പെടുന്നത്. ലക്ഷ്മി ദേവി ധനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മൂലകേന്ദ്രമാണ്. കുബേരൻ ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്ന ആളുമാണ്, സംരക്ഷകാരകനാണ്, ഇതിനെ നിലനിർത്തുന്ന ആളാണ്. അപ്പോൾ ഒരു വീട്ടില് ലക്ഷ്മി കടാക്ഷം ഉണ്ടാവണം, കുബേരൻ അതിനെ സംരക്ഷിക്കാനും വേണം. അല്ലെങ്കിൽ തെറ്റും, പണം വരും, പക്ഷെ അത് നിൽക്കില്ല, അത് ചെലവഴിഞ്ഞു പോകും. അതാണ് ചിലർ പറയുന്നത്, എനിക്ക് ജോലിയുണ്ട്, നല്ല സ്ഥാനത്താണ് ഇരിക്കുന്നത്, പക്ഷെ ഒരുപാട് കാശ് വന്നിട്ടും ഒന്നും നിൽക്കുന്നില്ല, വീട്ടിൽ കുറേയധികം പ്രശ്നങ്ങളാണ്, ചെലവഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് വടക്ക് കിഴക്കേ മൂലയാണ് കുബേരമൂല. കന്നിമൂല പോലെ പ്രാധാന്യമുള്ള ഒന്നാണിത്. നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന പറമ്പിന്റെ വടക്ക് കിഴക്കേ ഭാഗം കുറച്ച് താണും കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നത് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. വടക്ക് കിഴക്കേ മൂലയിൽ ഊർജപ്രവാഹത്തെ തടസ്സം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നത് അവിടുത്തെ ധനവരവിന് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ ഈ കുബേരൻ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തത് സ്ഥിരമായിട്ടുള്ള സാമ്പത്തിക പ്രശ്നമാണ്. 1:2 എന്നുള്ള രീതിയിലായിരിക്കും ഇത്തരം വീടുകളിലെ ചിലവെന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്ന പണം അതിൻ്റെ ഇരട്ടിക്ക് ചിലവഴിഞ്ഞു പോവുക. മാത്രമല്ല, നമുക്ക് സാധാരണ 1 രൂപയ്ക്ക് മേടിക്കേണ്ടുന്ന സാധനം നമ്മുടെ കൈവശം എത്തുമ്പോൾ 2 രൂപയായി മാറുക. കുബേരന്റെ കാരുണ്യം തീർത്തും ഇല്ലാത്തവരിലാണ് ഇത്തരം ഇരട്ടി ചെലവ് പൊതുവിൽ കാണാറുള്ളത്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ നിരന്തരമായിട്ടുള്ള കലഹം വന്നു കൂടുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ധനമില്ലായ്മയെ ചൊല്ലിയിട്ടുള്ള കലഹമോ ധനം സംബന്ധിയായിട്ടുള്ള കലഹമായിരിക്കും. ചിലപ്പോൾ വീടിനകത്ത് ഷെയർ ചോദിച്ചുകൊണ്ടുള്ള കലഹം, പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള അടിപിടികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കുബേര സാന്നിധ്യം കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം, വീട്ടിൽ എപ്പോഴും ഒരു ശുചിത്വമില്ലായ്മ നമുക്ക് കാണും. പ്രധാനമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അത് ഇങ്ങനെ ചിതറിപ്പോവുക. നമ്മളൊരു പോക്കറ്റിലേക്ക് പണം ഇങ്ങനെ ഇടാൻ പോകുമ്പോൾ അത് പെട്ടെന്ന് നിലത്ത് തൂവിപ്പോവുക. പേഴ്സിലേക്ക് പൈസ വയ്ക്കാൻ പോകുമ്പോൾ അത് നിലത്ത് പോവുക. ആർക്കെങ്കിലും പണം എടുത്ത് കൊടുക്കാൻ നേരത്ത് അത് കാറ്റടിച്ചിട്ടോ മറ്റോ അങ്ങ് പോവുക. ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഈ കുബേര ഭാവം വീട്ടിലില്ലാത്തവർക്ക്, ആ ഈശ്വരന്റെ കടാക്ഷം ഇല്ലാത്തവർക്ക് അനുഭവപ്പെടും. അവർക്ക് തന്നെ അറിയാം, പൈസ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിലത്ത് പോകുന്നതായിട്ടുള്ള അനുഭവം. ഇനിയിപ്പോൾ ഒരു കർമ്മിക്ക് ദക്ഷിണ കൊടുക്കണമെങ്കിലോ അതിൽ ഒരു 11 രൂപ കൊടുക്കാൻ പോവുകയാണ്, 10 രൂപ ചിലപ്പം കൈ കൊടുക്കും, 1 രൂപ നിലത്ത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കും. പിന്നെ നാലാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പൂജയും ദൈവവിശ്വാസവും ഒന്നും ഇല്ലാണ്ട് ആയി മാറുക. ആദ്യകാലത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടായിരുന്ന ആളായിരിക്കും, പക്ഷേ പിന്നീട് വിളക്ക് വയ്ക്കുന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലായ്മ, വീട്ടിൽ അങ്ങനെയൊന്നും വേണ്ട, ഈശ്വര വിശ്വാസം കുറഞ്ഞു വരിക, ഇതെല്ലാം സമ്പത്ത് ചോർച്ചയ്ക്ക് നിദാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് തിരിച്ചറിയുന്നില്ല നമ്മൾ. പിന്നെ നമുക്ക് ചില പ്രയാസങ്ങളുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും മറന്നുപോയി ഓട്ടമായിരിക്കും. ഇത് ഈ കുബേരന്റെ വാസം കുറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇതിന് ലക്ഷ്മി വാസത്തിന്റെ കുറവും ഉണ്ട് കേട്ടോ. ലക്ഷ്മി വാസം കുറയുമ്പോഴും ഈ കുബേരന്റെ സ്ഥാനം അവിടെ ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ലക്ഷ്മിയുടെ സാന്നിധ്യം കൂടെ നോക്കണം. അപ്പോൾ ആ ഈശ്വരാധീനത്തിൽ ലക്ഷ്മി ഇല്ലെങ്കിൽ കുബേരനും ഇല്ല അവിടെ, അത് മനസ്സിലാക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം, കടബാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ചില വീടുകളിൽ നമ്മൾ കണ്ടറിയും, ആ വീട്ടിൽ നിന്നാൽ പിന്നെ കടം കൊണ്ട് പൂർത്തി മുട്ടി വല്ലാത്ത അവസ്ഥയാണ്. അവസാനം ആ വീടൊക്കെ വിറ്റ് മാറിപ്പോയിട്ട് അവർ നന്നായി പോകുന്നതും കാണാം. ചില വീടുകളിൽ എത്ര നോക്കിയാലും നമുക്ക് ആ കുബേര സ്ഥാനത്തെ സംരക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ നിർമ്മിതി അങ്ങനെയായിരിക്കും.
അല്ലെങ്കിൽ അവിടെയുള്ള പ്രയാസം അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള വീടുകളിലും നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നമുക്ക് ഇരട്ടി ചെലവുകളായിരിക്കും വന്നുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് രോഗത്താലുള്ള ചിലവായിരിക്കും വരെ. വീട്ടിലെല്ലാവർക്കും നിരന്തരമായിട്ടുള്ള അസുഖങ്ങളായിരിക്കും. ആറാമത്തെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് നശിച്ചു പോവുക. എന്തുപകരണം ആവട്ടെ, വീട്ടുപകരണങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോകും. മരത്തടിയിലുള്ള സാധനം വെച്ചാൽ അതിൽ ചിതലരിക്കും. സോഫയോ മറ്റൊക്കെ എങ്ങനെ അതിൽ എന്തെങ്കിലും ചിതലരിക്കുന്ന പോലത്തെ വർഗ്ഗങ്ങൾ കയറിയിട്ട് അത് നശിപ്പിച്ച് കളയും. അങ്ങനെ പല വിധത്തിൽ സാധന സാമഗ്രി പൈസ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് നശിച്ചു പോകുക ഇതിൻ്റെ ലക്ഷണമാണ്. പിന്നെ ഈ കുബേരന്റെ സാന്നിധ്യം ഇല്ലാത്തവർക്ക് എപ്പോഴും എന്താ ഒരു വിഷാദ ചിന്തയായിരിക്കും. ഇവരുടെ കയ്യിൽ ചിലപ്പോൾ പൈസയൊക്കെ കാണാൻ നേരം, പക്ഷേ ഈ പണം കൊണ്ടൊരു ഗുണവുമില്ല, ഈ പൈസയൊന്നുമില്ല ലോകത്തിൻ്റെ ആധാരശക്തി എന്നൊക്കെ ഇങ്ങനെ നെഗറ്റീവ് തരത്തിൽ ചിന്തിക്കും. പിന്നെ കർമ്മശേഷി കുറഞ്ഞു തുടങ്ങും. അതോടുകൂടി ധനസമ്പാദനത്തിലോ മറ്റുള്ള ശ്രദ്ധ പോയിട്ട് അവസാനം കടത്തിലേക്ക് ചെന്ന് വീഴും. എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിനോടുള്ള അവഗണനയാണ്. അതായത് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ കുട്ടികളടുത്ത് പറഞ്ഞാൽ അവർ ആ മൂല്യം കൊടുക്കില്ല. ചിലപ്പം ഭാര്യയോ ഭർത്താവോ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞോട് ഭക്ഷണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞാലും വെറുതെ നമ്മുടെ പാത്രത്തിലേക്ക് ഭക്ഷണം ഇങ്ങനെ ചെതറിക്കിടക്കും. ചിലപ്പം വീട്ടിൽ ദാരിദ്ര്യമായിരിക്കും, എങ്കിലും ഭക്ഷണം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. കാര്യം അന്നം മുട്ടിക്കാനുള്ള ലക്ഷണമാണത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒമ്പതാമത്തെ കാര്യം, വീട്ടിൽ എപ്പോഴും ദാരിദ്ര്യബോധമായിരിക്കും. എല്ലാ കാര്യത്തിലും. ഇതിപ്പോൾ ധനത്തിൻ്റെ കാര്യം പറയല്ല, ഒന്നുമില്ലായ്മ എന്നുള്ളൊരു തോന്നൽ നമുക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. പത്താമത്തെ കാര്യം, ദാനം ചെയ്യുന്നതുകൊണ്ട് നേട്ടമില്ല എന്നുള്ള ചിന്ത. അതായത് നമ്മൾ പിന്നെ ആർക്കും ഒന്നും കൊടുക്കില്ല. ഒരു വസ്തുവകളും ആർക്കെങ്കിലും കൊടുക്കുന്നത് നഷ്ടമായിട്ട് നമുക്ക് തോന്നും. നമ്മളൊരു മനസ്സറിഞ്ഞ് ചിലപ്പം ചിലരൊക്കെ ചെറിയ തോതിലൊക്കെ സഹായിക്കുമല്ലോ. ഇത് കയ്യിൽ കാശിരുന്നാൽ പോലും ഇല്ല, ഞാൻ തരില്ല. ഒരു ക്ഷേത്രത്തിലൊരു കാര്യം വന്നാൽ ഇതെല്ലാം തട്ടിപ്പാണ്, വെട്ടിപ്പാണ് എന്നുള്ള ചിന്ത നമുക്ക് വന്നുകൊണ്ടിരിക്കും. കാര്യം നമ്മൾ ആർക്കെങ്കിലും ദാനം കൊടുത്ത് കുറച്ച് പാപത്വങ്ങളെന്ന് നീക്കാൻ ഇത് സമ്മതിക്കില്ല, ഈ നെഗറ്റിവിറ്റികൾ സമ്മതിക്കില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയൊക്കെ വന്നുകൊടും. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒരു 4-5 എണ്ണം തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിൻ്റെ ഈ കുബേരഭാവം വളരെ ശോചനീയമാണെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ലക്ഷ്മി വാസവും കുബേരസ്ഥാനവും ഒന്ന് കൂട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 1-2 മാർഗ്ഗം ഞാനിവിടെ പറയാം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ 4 ഭാഗത്തും ചെറിയ കവറിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ കൃഷ്ണ തുളസി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. 4 ഭാഗത്തും ലക്ഷ്മി വാസം വരട്ടെ. കുബേരദിക്ക് കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്ത് ഭംഗിയായിട്ട് സംരക്ഷിക്കുക. അഴുക്ക് വെള്ളം അങ്ങനെയൊന്നുള്ളതെന്ന് ചെന്ന് വിടൽ, സെപ്റ്റിക് ടാങ്കിൻ്റെയൊക്കെ ഈ ഡ്രെയിനേജൊക്കെ അവിടെ കൊണ്ടുവന്ന് തള്ളിക്കൊടുക്കരുത്. പിന്നെ അവിടെ ചില പ്രത്യേക സസ്യങ്ങൾ, ഈ കള്ളിമുള്ള് പോലുള്ള മുള്ളുള്ള വർഗത്തിലുള്ള ചെടികൾ, റോസയാവാന്ന് പറയുന്നുണ്ട്, പക്ഷെ മറ്റ് ഈ പറപ്പുറത്ത് നിർജീവമായിട്ടുള്ള അവസ്ഥ, ബോൺസായി പോലെ വളരുന്നത്, ഓർക്കിഡ് പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ ആ ഭാഗത്തുനിന്ന് ഒഴിവാക്കുക. പിന്നെ 3ാമത്തെ കാര്യം, അവിടെ കുബേരദിക്കിൽ എല്ലാ ചൊവ്വയും വെള്ളിയും ഇച്ചിരി ചാണകജലം ഒരു ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക. പണ്ട് വീട്ടുമുറ്റത്ത് ചാണകം തളിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ അങ്ങനെ ടൈലൊക്കെ ഇട്ട് അങ്ങനെ ചാണകം തളിച്ചിടാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ചെടി വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിലേക്ക് ഇച്ചിരി കലക്കി ഒഴിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നും രാവിലെ സൂര്യോദയത്തിന് മുമ്പായിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് ഓം ഹ്രീം കുബേരായ നമഃ എന്ന് ജപിക്കുക. ഇത് തുടർച്ചയായിട്ട് 108 ദിവസം ജപിക്കുന്നത് നന്നായിരിക്കും. പിന്നെ വീട്ടിലെന്നും സന്ധ്യാദീപം തെളിയിക്കണം. ഒപ്പം തന്നെ ലക്ഷ്മി വാസത്തിന് ലക്ഷ്മി മന്ത്രങ്ങൾ, ഓം ഹ്രീം ലക്ഷ്മിയേ നമഃ, ഓം ഹ്രീം മഹാലക്ഷ്മിയേ നമഃ എന്നുള്ള മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കുക. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ അരി സമർപ്പണം ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഉണക്കലരി സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ഏകാദശി ദിവസം സമർപ്പിക്കുന്നത് കുബേരൻ്റെ പ്രീതി വർദ്ധിപ്പിച്ചു വരാൻ നന്നാണ്. അതുപോലെ ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം എള്ളും ശർക്കരയും ഒരുമിച്ച് കിഴികെട്ടി സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിനു പുറമെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു വാസ്തു വിദഗ്ധനെ ഒന്ന് സമീപിച്ചിട്ട് ഈ കുബേര ദിക്കിന് എന്താണ് പ്രശ്നം എന്നുള്ളത്, കന്നിക്കും കുബേര ദിക്കിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ രണ്ടും പരിഹരിക്കണം. ഇത് രണ്ടും ഒന്ന് ചിന്തിച്ച് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് ഉചിതമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ ഇങ്ങനെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.